പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പൂനെയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 83 വയസ്സായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, എപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത്? സംസ്കാരം എപ്പോഴായിരിക്കും എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. അദ്ദേഹത്തിന് 83 വയസ്സായിരുന്നു. പൂനെയിലെ വസതിയിൽ ആയിരുന്നു അന്ത്യം. ഇന്നലെ രാത്രിയാണ് അന്ത്യം സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ മകൻ തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി മരണം സ്ഥിരീകരിച്ചു. മരണം സംഭവിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ സിദ്ധാർത്ഥ ഗാഡ്ഗിൽ തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണത്തിന് മുഖ്യ പങ്ക് വഹിച്ച അല്ലെങ്കിൽ ജനങ്ങളെ നിരന്തരം ഓർമ്മപ്പെടുത്തിയ വ്യക്തിയാണ് മാധവ് ഗാഡ്ഗിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ, ഒപ്പം പശ്ചിമഘട്ടത്തിൽ നടക്കുന്ന നിർമ്മിതികളൊക്കെ തന്നെ അത് ഏത് തരത്തിൽ ബാധിക്കുമെന്ന് പല ഘട്ടങ്ങളിലായി നമ്മളെയൊക്കെ തന്നെ ഓർമ്മപ്പെടുത്തിയതാണ് മാധവ് ഗാഡ്ഗിൽ. പ്രത്യേകിച്ച് അദ്ദേഹം വിദേശത്താണ് അദ്ദേഹത്തിൻ്റെ പഠനമൊക്കെ തന്നെ പൂർത്തിയായത്. പിന്നീട് ഏതാണ്ട് 30 വർഷത്തോളം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ സേവനമനുഷ്ഠിച്ചു. അപ്പോൾ പോലും പരിസ്ഥിതിക്കായി പ്രത്യേക ചെയറുകളൊക്കെ തന്നെ സ്ഥാപിച്ചുകൊണ്ട് അത്തരത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. നമ്മൾ കേരളം ഏറ്റവും കൂടുതൽ മാധവ് ഗാഡ്ഗിൽ എന്ന പേര് ചർച്ച ചെയ്യപ്പെട്ടു. പ്രത്യേകിച്ച് കഴിഞ്ഞൊരു 15 വർഷത്തെ കാലയളവിലായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് 2011 പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വലിയ തോതിൽ കേരളത്തിലടക്കം ചർച്ചയായിട്ടുണ്ട്. പിന്നീട് അത് രാഷ്ട്രീയ വിഷയമായി മാറിയിട്ടുണ്ട്. പക്ഷേ ആ റിപ്പോർട്ട് ഇപ്പോഴും നടപ്പായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും പരിസ്ഥിതി അടിത്തട്ടിലേക്ക് പരിസ്ഥിതി സംരക്ഷണം അത് ഏത് നിലയിലാകണം എന്ന് പല ഘട്ടങ്ങളിലായി അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതൊരു രാഷ്ട്രീയ അജണ്ടയായി അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പിൽ അതൊരു വിഷയമായി കൊണ്ടുവരുന്നതൊക്കെ തന്നെ മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ വഹിച്ച പങ്ക് ശ്രദ്ധേയമാണ്. പലപ്പോഴും ഈ സമീപകാലത്ത് പോലും നമ്മൾ ഓർമ്മിച്ചിട്ടുണ്ട് മാധവ് ഗാഡ്ഗിലിൻ്റെ പേര്. പ്രത്യേകിച്ച് 2018 കേരളം വലിയ പ്രളയത്തിൽ അകപ്പെടുന്നു. നൂറ്റാണ്ടുകളുടെ പ്രളയം എന്ന് വിശേഷിക്കപ്പെടുന്ന പ്രളയം വന്നപ്പോൾ നമ്മൾ മാധവ് ഗാഡ്ഗിൽ മുൻപ് പറഞ്ഞ വാക്കുകൾ പലപ്പോഴും ഓർമ്മിച്ചെടുത്തതാണ്. അതിനുശേഷം പുത്തുമലയിലും ഒപ്പം തന്നെ വയനാട്ടിലുമൊക്കെ തന്നെ കഴിഞ്ഞ വർഷം വലിയ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ പേര് അല്ലെങ്കിൽ മാധവ് ഗാഡ്ഗിൽ എന്ന പേര് ചർച്ചയാവുകയും ചെയ്തു. തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിന് അദ്ദേഹത്തിന് വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴായി അദ്ദേഹം പരിസ്ഥിതി സംരക്ഷണത്തിന് അടിത്തട്ടിലേക്കുള്ള സമീപനം ആവർത്തിച്ച് പറയുകയും ചെയ്തു. അതിൽ തന്നെ പശ്ചിമഘട്ട സംരക്ഷണം എന്നും പ്രധാനമായി അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്ന കാര്യമാണ്. അത്തരത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് ഊന്നൽ നൽകിയ ഒരു ശാസ്ത്രജ്ഞൻ്റെ വിയോഗമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 83 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. പൂനെയിലെ വസതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. രാകേഷ്, അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിനായി ഒരുപാട് വാദിച്ച ഒരാൾ, കേരളത്തിനായി പോലും ഒരുപാട് കേരളത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഒരുപാട് വാദിച്ച ഒരാൾ കൂടിയാണ് ഗാഡ്ഗിൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ വിട പറയുമ്പോൾ ഇനി ഇതിനു വേണ്ടിയൊക്കെ ഒരു വാദം ഉന്നയിക്കാൻ ഇനി ആര് എന്നൊരു ചോദ്യം അവിടെ ഉയരുകയല്ലേ? തീർച്ചയായും അനുശ്രീ, കാരണം മാധവ് ഗാഡ്ഗിൽ പലപ്പോഴായി പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് പശ്ചിമഘട്ട സംരക്ഷണം എങ്ങനെയായിരിക്കണം അദ്ദേഹം എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് പശ്ചിമഘട്ടത്തെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് പലപ്പോഴായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2011 ഈ റിപ്പോർട്ട് വരുന്നത്. അത് രാഷ്ട്രീയ തലത്തിൽ തന്നെ വലിയ തോതിൽ ചർച്ചയായതാണ്. കേരളത്തിലടക്കം ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ, വയനാട് അടക്കമുള്ള ജില്ലകളിൽ പക്ഷേ അതിനെ എങ്ങനെ സമീപിച്ചു എന്ന കാര്യവും രാഷ്ട്രീയ പാർട്ടികൾ അതിനെ ഏത് രീതിയിൽ സമീപിച്ചു എന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മുൻവശമുണ്ട്. പക്ഷേ ആ റിപ്പോർട്ട് നടപ്പായില്ല. പിന്നീട് കസ്തൂരിരംഗൻ റിപ്പോർട്ട് വന്നു. പ്രത്യേകിച്ച് നേരത്തെ ഗാഡ്ഗിൽ പറഞ്ഞ കാര്യങ്ങളിൽ ചില ഇളവുകളൊക്കെ വരുത്തിക്കൊണ്ടാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് പിന്നീട് വരുന്നത്. ഏതായാലും ആ റിപ്പോർട്ട് പശ്ചിമഘട്ട സംരക്ഷണം എങ്ങനെയായിരിക്കണം എന്ന് ഊന്നി പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു പ്രത്യേകിച്ച് മാധവ് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട്. പക്ഷേ വലിയ തോതിലുള്ള എതിർപ്പ് പല ഭാഗങ്ങളിൽ നിന്നുണ്ടായി. പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾ, കേരളത്തിലാണെങ്കിൽ അതിൻ്റെ അത് ഏത് രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ കൈകാര്യം ചെയ്തു. പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അത് വലിയ രാഷ്ട്രീയ വിഷയമായി പശ്ചിമഘട്ടം മാറുന്നതും മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് മാറുന്നതൊക്കെ തന്നെ രാഷ്ട്രീയ കേരളം കണ്ടതാണ് തീർച്ചയായും. പക്ഷേ അതിനുശേഷം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പല സംഭവ
സംഭവങ്ങളും അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് പലപ്പോഴും ചർച്ചയായി. ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തമുണ്ടായപ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ മാധ്യമങ്ങൾ എടുത്തതുമാണ്. അന്നൊക്കെ തന്നെ താൻ നേരത്തെ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ്. അതിന് നൂറ്റാണ്ടുകളൊന്നും തന്നെ വേണ്ടിവരില്ല, നമുക്ക് മുമ്പിൽ തന്നെ വലിയ വിപത്തുണ്ട്, പശ്ചിമഘട്ടത്തെ നമ്മൾ വേണ്ട വിധം കൈകാര്യം ചെയ്തില്ലെങ്കിൽ എന്ന കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഊന്നി പറയുകയും ചെയ്തതാണ്. അത്തരത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് എന്നും നിലകൊണ്ട, അതിനുവേണ്ടി നിരന്തരം വാദിച്ചിരുന്ന, ജനങ്ങളെ ഓർമ്മിപ്പിച്ചിരുന്ന ഒരു ശാസ്ത്രജ്ഞന്റെ വിയോഗം ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹം ഏറെ നാളായി അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പ്രായാധിക്യം സംബന്ധിച്ചമായ പ്രശ്നമുണ്ടായിരുന്നു. ഇന്നലെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു എന്നാണ് ഇപ്പോൾ ഏതായാലും മകൻ സിദ്ധാർത്ഥ ഗാഡ്ഗിൽ തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അനുശ്രീ, രാകേഷ്, പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്ന് പറയുമ്പോൾ അത് പ്രവചന സ്വഭാവമുള്ളതായിരുന്നു. നിങ്ങൾ പ്രകൃതി ഈ രീതിയിലാണ് സമീപിക്കുന്നതെങ്കിൽ വലിയ തരത്തിലുള്ള വിപത്തുകൾ നേരിടേണ്ടി വരുമെന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. അതുപോലൊക്കെ തന്നെ കേരളം നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. അങ്ങനെ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ഇനി പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി വാദിക്കാൻ, പ്രകൃതിയെ സംരക്ഷിക്കാൻ, അതിന് മുന്നിൽ നിൽക്കാൻ ഒരാളെ നമുക്ക് നഷ്ടപ്പെടുകയാണല്ലേ? മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. പ്രകൃതിക്കായി ഒരുപാട് വാദങ്ങൾ ഉന്നയിച്ച, പ്രകൃതിയോടൊപ്പം നിന്ന ഒരു മനുഷ്യൻ കൂടിയാണ് നമ്മെ വിട്ടുപോകുന്നത്. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിരുന്നു. പൂനെയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി പോരാടിയ ഒരാൾ കൂടിയാണ്. പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിരുന്നു. പശ്ചിമഘട്ട സംരക്ഷണത്തിനായുള്ള പോരാട്ടത്തിന് പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ച ഒരു വ്യക്തി കൂടിയാണ് മാധവ് ഗാഡ്ഗിൽ. സംസ്കാരം ഇന്ന് വൈകിട്ടായിരിക്കും നടക്കുക. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. ശ്രീ ഹരീഷ് വാസുദേവൻ, നിങ്ങളുമൊക്കെയായി ഒരുപാട് ചേർന്ന് പ്രവർത്തിച്ച ഒരാൾ കൂടിയായിരിക്കും മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്നത്. പരിസ്ഥിതിക്കായി ഒരുപാട് വാദമുന്നയിച്ച, പരിസ്ഥിതിക്കൊപ്പം നിന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അദ്ദേഹത്തെ എങ്ങനെ അനുസ്മരിക്കുന്നു താങ്കൾ? ഇന്ത്യ കണ്ട, ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ പരിസ്ഥിതി ശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹം ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പരിസ്ഥിതി മേഖലയിലെ ഉപദേഷ്ടാവായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് അദ്ദേഹം ജനങ്ങളുമായി ചേർന്നുകൊണ്ട് എങ്ങനെ പരിസ്ഥിതി സംരക്ഷണം നടപ്പാക്കാമെന്ന നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വയ്ക്കുകയും ജൈവവൈവിധ്യ നിയമം പോലെയുള്ള നിയമങ്ങൾ രാജ്യത്തിന് ഉണ്ടാവുകയും ചെയ്തത്. പക്ഷേ പശ്ചിമഘട്ട സംരക്ഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹം തന്റെ ശക്തമായ നിലപാടുകൾ പറയും, പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്തതിന്റെ പേരിൽ സർക്കാരുകളുമായി ഇടയുകയും അദ്ദേഹത്തിന് സ്ഥാനം തന്നെ നഷ്ടമാവുകയും ചെയ്തിട്ടും അദ്ദേഹത്തിന്റെ നിലപാടിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അത് നമുക്ക് പിന്നീട് ഉള്ള കാലം തെളിയിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകളിൽ അദ്ദേഹം ശാസ്ത്രീയമായി പേരെടുത്ത് പറഞ്ഞ പ്രദേശങ്ങളിൽ പിന്നീട് ദുരന്തങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പുകൾ ഏതാണ്ട് ചെറിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ശരിയാണ് എന്ന് പല രൂപത്തിൽ തെളിയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ഏറ്റവും അവസാന കാലം വരെ, ഈ അടുത്ത കാലം വരെ പോലും അദ്ദേഹം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ, പരിസ്ഥിതി പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുകയും അതിൽ പ്രതിവിധികൾ നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്ത കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.